ഹസ്ബൻഡ് വൈഫ് എങ്ങനെ സഹിക്കും? ഇത് ഫുൾ സ്റ്റോപ്പ് വേണ്ടേ? ഇത് ഒരു സീരീസ് മാറി പോകുதுப்பா. வெப் சீரிஸ் இல்லை, എപ്പിസോഡാ. ഞാൻ ആരെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ ഇവിടെ ഇത്ര ചാനൽ ഇവിടെ ഉണ്ട്. മനസ്സ് നൊന്ത് പോയി, മനസ്സ് വേദനയുടെ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ റേപ്പ് ചെയ്യുന്ന ആളാ, ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന ആളാ. 1.5 വർഷം 2 വർഷം റേപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു സ്ത്രീയെ. ഒരു പ്രാവശ്യം ചെയ്താലല്ലേ റേപ്പ്, പിന്നെയും റേപ്പ് ചെയ്താൽ അതെങ്ങനെ റേപ്പാവും? ഞാൻ ഒരു ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യന്റ്, എല്ലാവർക്കും അറിയാം. ലിവർ ട്രാൻസ്പ്ലാന്റഡ് പേഷ്യന്റ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണ് വന്നത്, ഓപ്പറേഷൻ ടൈമിലാണ് വന്നത്. അതിന് മുമ്പ് എവിടെയായിരുന്നു അത് ആർക്കും അറിയില്ല. എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിയില്ല. എന്തൊക്കെ ഹറാസ്മെന്റ്. ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏൻ വന്ന് പറയണം ഇത്രയും നാളെ എലിസബത്ത് എവിടെ ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. ഇത് വലിയ തെളിവല്ലേ? ശരി, ഞാൻ ഒരു ചോദ്യം എല്ലാവരിടത്തും ചോദിക്കാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, உங்களோட ஹஸ்பண்ட் எവിടെன்னு പറഞ്ഞ് ചോദിച്ചിരുന്നു ഒരു ഡോക്ടർ. അപ്പൊ அதுக்கு മറുപടി എന്താ പറഞ്ഞിരുന്നത്? അത് ഒരു 2 ആഴ്ച ഉണ്ടായിരുന്നു, 3 ആഴ്ച പറഞ്ഞിരുന്നു. എൻ്റെ അറിവിൽ 2 ആഴ്ച. அப்போ ஒரு பெண்ணு இவர் டாக்டர், அந்த பையன் ஒரு மலையாளி டாக்டர். ஓகே, 2 പേർ പ്രൊഫഷൻ. ഒരു ഡോക്ടറും ആക്ടറും പിരിഞ്ഞ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറയാം. 2 പേരും ഡോക്ടേഴ്സ്. എന്തുകൊണ്ട് 2 ആഴ്ചയിൽ സെപ്പറേറ്റ് ആയത്? அப்போ ஒரு ചോദ്യം வருதுல்ல, ജസ്റ്റിസ് ഫോർ എലിസബത്ത്, ജസ്റ്റിസ് ഫോർ മേൽ ഡോക്ടർ நான் சொன்னா എത്ര പേർ അംഗീകരിക്കും? അയാളുടെ ജീവിതം എന്തായെന്ന് അറിയാമോ നിങ്ങൾക്ക്? അറിയാമോ? ഒരു ഡൈവേഴ്സ് കേസിൽ എന്തൊക്കെ സംഭവിക്കുന്നു അറിയാമോ? ഓരോരുത്തരുടെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടംപാ. ഇതെല്ലാം കടന്നു വന്ന് മരണത്തെ பார்த்து ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ആയ ശേഷം கல்யாண ജീവിതത്തിൽ இப்பதான் நான் நிம்மதியா சந்தோஷமா ஒரு குடும்ப லைஃப் கொச்சி விட்டு வைக்கத்துல போயிருக்கேன். இந்த டைம்ல நான் என்னென்ன பண்ணிட்டேன்னா, ரேப் பண்ணிட்டேன். என்னோட சேரிட்டி ஒர்க்கு சத்தியமா சொல்றேன், இந்த மாசம் 21ஆம் தேதி ஒரு பெண் குழந்தைக்கு ஹார்ட் ஆபரேஷன் கோட்டயம் காலேஜில் நான் என் செலவில் பண்ணியிருக்கேன். இல்லைன்னு പറയാൻ പറ്റുമോ? இல்லைன்னு പറയുന്ന ഒരുത്തൻ പോയി അവിടെ ചോദിക്ക്. இல்லைன்னா സംശയം ഉണ്ടെങ്കിൽ എன் வீட்டுக்கு வா, வைக்கத்தில் நான் பில்லு காட்டுறேன். என் சொந்த காசில் நான் கொடுத்துருக்கேன். இப்போ இது என்ன ஃப்ராட் தரமா? சேரிட்டி ஃப்ராடா? நான் இப்போ குழல் பண்ண அடிக்கிறேன்னா? இதெல்லாம் பச்சை போய் எத்தனை அலிகேஷன்ஸ். മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ട് പോലും ഇല്ല. മരിച്ചു പോയ അച്ഛനെ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്ത് ആരെ വേണാ കൊല്ലാം, ബാങ്കിൽ പൈസ ഇരുന്നാ മതിന് എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. ആരെങ്കിലും പറയാം, നീ സംസാരിച്ചു. നടൻ ബാല മുൻ പങ്കാളി എലിസബത്തിനെതിരെ പരാതി കൊടുത്തതിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു. ഇപ്പോൾ ബാലയുടെ ഭാര്യ കോകില കൂടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മനസ്സിൽ ഉള്ളത് ക്ലീനാ சொல்லு கோகில. இவ்வளோ ஒரு லாஸ்ட் ஒரு 2 வீக்ஸ் 1 மந்தா கிட்ட டெய்லி வீடியோஸ், டெய்லி அதை எடுத்துட்டு யூடியூபர்ஸ் எல்லாம் தேவையில்லாதது, அசிங்கமா எடி வாடி என்னது மரியாதை இல்லாம ஒருத்தரும் ஃபேக் அக்கௌண்ட்ல இருந்து நிறைய பேர் இப்ப எல்லாம் ஸ்டார்ட் பண்ணி எல்லாருமே சென்னையில இருந்து ஒரு காரியம் പറഞ്ഞിരുന്നു. ഞാൻ ചെന്നൈയിல ഇருந்து ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിപ്പോ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇത് ഒരു മാസീവ് അറ്റാക്ക്, ഒരാളല്ല, എല്ലാരും കൂടിയിട്ടാ ചെയ്യുന്നത്. இதுக்கு ஒரு கேப்டன் உண்டு, 4-5 பேரா ചെയ്യുന്നതിന്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ, 2 യൂട്യൂബേഴ്സ് எங்களையும் ஃபேமிலியையும் பேச முடியாத அளவுக்கு ரொம்ப அசிங்கமா பேசுறீங்க. இதெல்லாம் எப்படி இது பண்ண முடியும்? ഏത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? പേരെടുത്ത് പറയണോ? പരാതി കൊടുത്തിருக்க, അതുകൊണ്ട് ഇപ്പൊ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. നീ பேசு. அதுதான் சொல்லிருக்கேன். எல்லாம் வர மாட்டேங்குது. എന്തും പറയാവുന്നല്ല. பேச கூட எனக்கு ஒரு மாதிரி இருக்கு. நீங்க எல்லாம் இப்ப நீங்க போட்டா கூட அது எப்படி சொல்றது, நெகட்டிவா தான் அவங்க பேசுவாங்க. ஒரு கமெண்ட் கூட படிக்க முடியல, பார்க்க முடியல. அவ்வளவு அசிங்கமா ரொம்ப கீழ்த்தனமா பேசுறாங்க. ஏன்னா கமெண்ட் பண்றது எல்லாமே ஒரு பொண்ணு ஒரு பையனும் தான். அவங்களுக்கு கொஞ்சம் கூட மனசாட்சியே இல்லாம ரொம்ப அசிங்கமா பேசுறாங்க. இதெல்லாம் எப்படி என்னால இது பண்ண முடியும்?
സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് മുൻ ഭാര്യ എലിസബത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ബാലയും ഇപ്പോഴത്തെ ഭാര്യ കോകിലയും പറഞ്ഞത്. പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയ ശേഷമാണ് ഇരുവരും പ്രതികരിച്ചത്. ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രതികരണം.